ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 1 രാജാക്കന്മാർ 20-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. 19-ാം അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ ശേഷം എലീശ പ്രവാചകനെ ദൈവം വിളിക്കുന്ന കാര്യം നമ്മൾ കണ്ടു. വിളിച്ച ഉടനെ തന്നെ അവനായിരുന്നതായ തലങ്ങളിൽ നിന്നൊക്കെ ഉപേക്ഷിച്ച് പെട്ടെന്ന് ദൈവവിളിയോട് അവൻ പ്രതികരിക്കുന്നതായി നമ്മളിവിടെ കാണുന്നുണ്ട്. 20-ാം അധ്യായം വരുമ്പോൾ അതുമായി ബന്ധമില്ലാത്ത മറ്റൊരു സംഭവമാണ്. സിറിയൻ രാജാവായിരുന്ന ബിൻദാദ് ആഹാബിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അവൻ ആഹാബിനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാമേ ഇന്നീ മുതൽ എൻ്റേതായിരിക്കും. നിൻ്റെ സമ്പത്തുകളും ആടുമാടുകളും സ്വർണവും വെള്ളിയും മാത്രമല്ല, നിൻ്റെ ഭാര്യമാരും മക്കളും എല്ലാം എൻ്റേതാണ്. അതുകൊണ്ട് നീ എനിക്ക് അത് വിട്ടുതരണം. നാളെ ഞാൻ ഇവിടെ നിന്ന് ആളുകളെ അയക്കും. അവർക്ക് നീ അതൊക്കെയും നൽകണം. കാരണം അത് കേട്ടപ്പോൾ ആഹാബ് രാജാവ് ഒന്ന് ഭയപ്പെട്ടു. കാരണം ബിൻദാദ് വലിയ ശക്തിയാണ്, ധാരാളം പടയാളികളും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവനുണ്ട്. പെട്ടെന്ന് ആഹാബ് ഇസ്രായേലിലെ നേതാക്കന്മാരെയൊക്കെ വിളിച്ചു കൂട്ടുന്നു. ബിൻദാദ് ഇങ്ങനെ ആവശ്യപ്പെടുന്നു, നമ്മൾ എന്തു ചെയ്യണം? അപ്പോൾ അവരുടെ അഭിപ്രായമനുസരിച്ച് സിറിയൻ രാജാവിന് കീഴടങ്ങേണ്ട കാര്യമില്ല, യുദ്ധത്തിന് തന്നെ നമ്മൾ ഒരുങ്ങണം. കാരണം ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ്. ആ ജനത്തെ ആർക്കും കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ള പിതാക്കന്മാരുടെ കാലത്തെ അനുഭവങ്ങളും അവരുടെ കാലത്തെ അനുഭവങ്ങളും അവർ ധാരാളം കണ്ടിട്ടുള്ളവരും അനുഭവിച്ചിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് അവന് കീഴടങ്ങേണ്ട കാര്യമില്ല, അവരോട് യുദ്ധം പ്രഖ്യാപിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്ന സമയത്താണ് ഒരു പ്രവാചകൻ ആഹാബ് രാജാവിൻ്റെ അടുത്ത് വന്ന് അവനോട് പറയുന്നു, അവനെ ധൈര്യപ്പെടുത്തുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, വിജയം നിൻ്റേതാണ്. അപ്പം നീ അവന് യുദ്ധം ചെയ്യാൻ വേണ്ടി നീ കാത്തിരിക്കേണ്ട, നീ തന്നെ അവനോട് യുദ്ധം ചെയ്തു കൊള്ളുക. അങ്ങനെ അവിടെ യുദ്ധം ആരംഭിക്കുന്നു. ഇസ്രായേൽ ജനം മറ്റവരേക്കാൾ ആൾ വളരെ കുറവാണെങ്കിലും സിറിയക്കാർ യുദ്ധത്തിൽ തോറ്റ് ഓടുകയാണ്. ധാരാളം ആളുകൾ അവിടെ വധിക്കപ്പെടുന്നുമുണ്ട്. അങ്ങനെ അവരെ തോൽപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, വീണ്ടും അവൻ യുദ്ധത്തിന് വരാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥ നന്നായിരിക്കുമ്പോൾ, വസന്തകാലം വരുമ്പോൾ വീണ്ടും അവൻ യുദ്ധത്തിന് വരും. അങ്ങനെ ആ പ്രവാചകൻ പറഞ്ഞ പോലെ തന്നെ അവൻ വീണ്ടും യുദ്ധത്തിന് വരുന്നു. ആഹാബ് വീണ്ടും അവരെ യുദ്ധത്തിന് തോൽപ്പിക്കുകയും എല്ലാ ആളുകളെയും വധിച്ചപ്പോൾ ബിൻദാദ് അവനെ വധിക്കരുതെന്നും പറഞ്ഞ് അവിടെ അപേക്ഷ നൽകുകയും ആഹാബ് രാജാവ് അത് സ്വീകരിച്ച് അവനെ അവിടെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അപ്പൻ ബിൻദാദിൻ്റെ പിതാവ് ഇസ്രായേലിനെ പിടിച്ചെടുത്തതെല്ലാം അവന് തിരികെ നൽകാമെന്ന് പറഞ്ഞൊരു ഉടമ്പടിയും ചെയ്ത് അവിടെ നിന്ന് പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ആഹാബ് ഒരു വിശ്വാസിയല്ല, നമുക്കറിയാം. അന്യ ദൈവങ്ങളെ കൊണ്ടുവന്ന് ആരാധിക്കുകയും ദൈവത്തിനകന്നൊക്കെയാണ്. എന്തുകൊണ്ട് ആഹാബിനെ ദൈവം ഇത് സംരക്ഷിക്കുന്നു ചോദിച്ചാൽ ഇസ്രായേൽ ജനത്തെ പ്രതിയാണ്. ആ ജനത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം, അല്ല അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം, അത് നിറവേറ്റാനുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ കരുതലായി ഇതിനെ കാണണം. അല്ല ആഹാബിനോടുള്ള ദൈവത്തിൻ്റെ പ്രത്യേക താല്പര്യമല്ല. കാരണം അവൻ അവിശ്വാസിയാണ്, ബിംബാരാധിയാണ്, ഒക്കെയാണ്. ഇത് എല്ലാ സഭയിലായാലും സമൂഹത്തിലായാലും നേതൃത്വ നിലയിലുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നേതൃത്വത്തിലുള്ളവരുടെ ഗുണം കണ്ടിട്ടല്ല ദൈവം ജനത്തെ സംരക്ഷിക്കുന്നത്. ദൈവത്തിന് ജനത്തോടുള്ള വലിയ സ്നേഹമാണ്. ആ ഒരു വലിയ സ്നേഹം നിലനിൽക്കുന്നത് കൊണ്ടാണ് ദൈവം അവരെ സംരക്ഷിക്കുന്നത്, അല്ലാതെ നേതൃത്വത്തിൻ്റെ ഗുണം കൊണ്ടൊന്നുമല്ല.
നേതൃത്വം പലപ്പോഴും വഴിവഴിക്കുന്ന രീതിയിലേക്ക് പോകാറുണ്ട്. കാരണം നേരത്തെ പറഞ്ഞല്ലോ, സമ്പത്തും അധികാരമൊക്കെ വർദ്ധിക്കുമ്പോൾ ദുർവികാരങ്ങളും ദുശ്ചിന്തകൾക്കൊക്കെ വിധേയമാവുകയും അഹങ്കാരം എന്ന വലിയ ഒരു അവസ്ഥയിലേക്ക് അവർ പോവുകയും ചെയ്യും. എന്നാൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി താൻ കൊടുത്ത വാഗ്ദത്തം ഭൂമിയിൽ നിറവേറ്റുക. ഇസ്രായേൽ ജനത്തെ തൻ്റെ സ്വന്തം ജനമായി ദൈവം സ്നേഹിക്കുന്നു, അവരെ സംരക്ഷിക്കുക. അതിനുവേണ്ടിയാണ് ദൈവം യുദ്ധത്തിനുള്ളതായ എല്ലാ ക്രമീകരണങ്ങളും അവിടെ പറയുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തത്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലെ പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് യുദ്ധമുണ്ട്. അത് പൈശാചിക പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയുമാണ്, പാപം ചെയ്യാനുള്ള വലിയ പ്രേരണയാണ്. അതിനെ പലപ്പോഴും നമുക്കത് ജീവിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനകളും അവരോട് ദൈവം ചെയ്തതായ സ്നേഹവും അവരെ പ്രതിയുള്ളതായ വലിയ കരുതലുമാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആളുടെ നന്മകളല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. പൂർവ്വപിതാക്കന്മാരുടെ ദൈവം ചെയ്ത വാഗ്ദത്തം, അവരുടെ പ്രാർത്ഥനകളുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതായ നന്മകൾ. പിശാചിന് നമ്മളെ പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ സാധിക്കാത്തത് നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ളതായ സംഭവങ്ങളിലൂടെ, പഴയ നിയമ ചരിത്രങ്ങളിലൂടെ പുതിയ നിയമവുമായി നമ്മൾ ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതവും ദൈവവുമായുള്ള ബന്ധത്തിൽ അതിനെ വിലയിരുത്തുവാനും അപ്രകാരം കൂടുതൽ ദൈവസ്ഥാനത്തിൽ സമർപ്പിതരാകുവാനും നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.